സ്ത്രീകൾക്ക് ആദ്യമായി ഋതുജീവനം മാറഞ്ചേരിയിൽ വനിതാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാറഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ഋതുജീവനം എന്ന പേരിൽ സമുചിതമായ പരിപാടി സംഘടിപ്പിച്ചു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് കുമാർ വി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ജസീന അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പരിപാടിയിൽ വെച്ച് പതിവായി യോഗ പരിശീലനം നടത്തുന്ന മുതിർന്ന വനിതകളെ ആദരിച്ചത് ശ്രദ്ധേയമായി. യോഗ പരിശീലക ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾ പങ്കെടുത്തവർക്ക് ഏറെ അറിവ് പകരുന്നതായിരുന്നു. പൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ റോഷ്നി സ്ത്രീരോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായ ക്ലാസ് നയിച്ചു. കൂടാതെ GAD മാറഞ്ചേരിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ തബ്ഷീന സാദിഖ് യോഗയും വനിതയും എന്ന വിഷയത്തിൽ അവബോധം നൽകുകയും പ്രായോഗികമായ യോഗ പരിശീലനത്തിനും മെഡിറ്റേഷനും നേതൃത്വം നൽകുകയും ചെയ്തു. ഫാർമസിസ്റ്റ് സ്വാതി CV നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ 100ഓളം വനിതകൾ സജീവമായി പങ്കെടുത്തു. പണ്ടത്തെ പോലെയല്ല, എല്ലാവരും എല്ലാ രംഗങ്ങളിലും എല്ലാ മേഖലകളിലും എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ വന്നതാണ്. പഞ്ചായത്തിൽ നമുക്ക് 33% സംവരണം വന്നപ്പോൾ വനിതകൾക്ക് 33% സംവരണം പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1995 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ വന്നതാണ് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ. അങ്ങനെ ഒരുപാട് വനിത നാളെ നിങ്ങളും ഇതുപോലെ വരാൻ ഇരിക്കുന്ന ആളുകളാണ്. അത് കഴിഞ്ഞിപ്പോൾ 33 എന്നുള്ളത് 50%-ലധികം വനിതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് ജയിച്ച് ഓരോ വാർഡിനെയും നയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും അങ്ങനെ നമ്മൾ വനിതകൾ ഏറെ പല രംഗത്തും മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ആളുകളും പല മേഖലകൾ കടന്നു വന്നിട്ടുണ്ട്. തൊഴിൽ രംഗത്തുള്ള ആളുകളുണ്ട്, ബിസിനസ് രംഗത്ത് ഉള്ള ആളുകളുണ്ട്, മറ്റുള്ള എല്ലാ മേഖലയിലും വനിതകൾ വന്ന് കടന്നുകൂടിയിട്ടുണ്ട്.